ഞാൻ അധികം ഉണ്ടാക്കാത്തൊരു കടിയാണ് കേട്ടോ ഈ ഒരു പൂരി. അതുകൊണ്ട് തന്നെ എപ്പോൾ ഉണ്ടാക്കുകയാണെങ്കിലും ശരിയാവാറില്ല. കൂടുതൽ ടൈം ഉണ്ടാക്കിയിട്ടൊന്നുമില്ല, ആകെ രണ്ട് തവണ ഞാൻ ഉണ്ടാക്കിയിട്ടു. തറവാട്ടിലൊക്കെ ആയിരുന്നു ഞാൻ ഉണ്ടാക്കിയിരുന്നു കേട്ടോ. ഇപ്പം ഞാനിങ്ങനെ വേറെ പോകുന്നതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കാറില്ല. നല്ലപോലെ പുതിയാകുമ്പോൾ ഞങ്ങൾ വാങ്ങിക്കാറാണ്. ഇതിൽ നല്ലപോലെ എണ്ണ ഉണ്ട് കേട്ടോ. എണ്ണ നല്ലപോലെ വാർന്നു പോയിട്ടില്ല, കാരണം ഞാനത് ചുടുവെള്ളത്തിൽ കുഴച്ചതാണ് കേട്ടോ. ചപ്പാത്തിക്ക് ഉണ്ടാക്കുന്ന പോലെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ശരിക്കും പച്ചവെള്ളത്തിൽ ആ കുഴക്കുന്നതെന്ന് തോന്നുന്നു. ഫുള്ളായിട്ട് ആട്ടപ്പൊടിയും കൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിക്ക് റവ അതുപോലെ മൈദ അങ്ങനെ എന്തെങ്കിലും ചേർക്കുന്നുള്ളത് എനിക്കറിയില്ല. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കുഞ്ഞു ഊട്ടി മൈസൂരൊക്കെ പോയിട്ട് നേരെ ഇങ്ങോട്ടാണ് കേട്ടോ വന്നത്. അങ്ങനെ അവന് ചോക്ലേറ്റ് ഫ്രിഡ്ജിൽ വെക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നേരം വെളുക്കാൻ കാലത്താണ് കേട്ടോ വെച്ചത്. അപ്പോഴേക്ക് ചോക്ലേറ്റ് ഒക്കെ ഒരു പരിവായിട്ടുണ്ടായിരുന്നു. നമ്മുടെ ബീഫൊക്കെ ഫ്രിഡ്ജിൽ വെച്ചാൽ കട്ടയായിട്ടുണ്ടാവില്ലേ, ആ ഒരു പരിവായിരുന്നു. പിന്നെ ഞാൻ കത്തി കൊണ്ട് വെട്ടിയാണ് കേട്ടോ എടുത്തത്. കുറച്ച് ചോക്ലേറ്റ് ഒക്കെ അങ്ങോട്ട് വാരി വലിച്ച് കഴിച്ചിട്ടോ. പിന്നെ നേരെ ജിമ്മിൽ പോയി അവിടുന്ന് തിരിച്ചു വന്ന് നല്ല വെയിലുണ്ടായിരുന്നു. ഒറ്റയ്ക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു വൈബിന് അങ്ങനെ പോകുന്നു. ഒറ്റയ്ക്കും ഒരു വൈബ് വരുന്ന വഴിക്കാണ് ഈ ഒരു ചെടി കണ്ടത് കേട്ടോ. എനിക്ക് നല്ലപോലെ ഇഷ്ടമായി അതിൻ്റെ കായ. ഇതെന്തെങ്കിലും പ്രത്യേകിച്ചിട്ടുള്ള ഒരു ചെടിയാണെങ്കിൽ ഒന്ന് പറയാം കേട്ടോ. അങ്ങനെ വീട്ടിലെത്തി ഫുഡൊക്കെ കഴിച്ചു. വീട് പണിൻ്റെ അവിടെ കുറച്ച് നനക്കുണ്ടായിരുന്നു. അതൊക്കെ ഇനിയിപ്പോൾ നേരെ പോകുന്നത് കല്ലടി സ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾക്കാണ് കേട്ടോ. അതായത് നീനുവിന് ഒരു മീറ്റിംഗ് ഉണ്ട്, അവിടേക്കാണ് കേട്ടോ. മുത്തച്ഛൻ്റെ കുട്ടിയാണ് കേട്ടോ. അപ്പോൾ മുത്തച്ഛനും ഇന്ന് വലിയ ഒഴിവില്ല. അപ്പോൾ എന്നെയാണ് കേട്ടോ ആ ഒരു പരിപാടി ഏൽപ്പിച്ചിട്ട്. ഒരു രണ്ടാളും മീങ്ങോട് ഹോസ്പിറ്റലിൽ പോയതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പോകുന്നത്. അങ്ങനെ ഞാൻ പോകാറൊന്നുമില്ല. ഞാൻ പോയി വരുമ്പോഴേക്ക് ഫാദിക്കുട്ടിൻ്റെ സ്കൂൾ വിട്ട് അവനോട് എത്തും. അപ്പോൾ അതിന് മുന്നേ അവനെയും കൂടെ എടുത്തിട്ടാണ് പോയത്. അങ്ങനെ അൽക്കാക്ക വന്നു. അൽക്കാക്കാൻ്റെ ഓട്ടോയിലാണ് കേട്ടോ പോകുന്നത്. എന്തിൻ്റെ മീറ്റിംഗ് ചോദിച്ചാൽ ടൂർ നടക്കുന്നുണ്ട് കേട്ടോ. 4 ദിവസമായിട്ട് മൂന്നാർക്ക് പോവാണ്. അപ്പോൾ അതിനുള്ള കാര്യങ്ങളും സംഭവങ്ങളൊക്കെ പറയാനുള്ള ഒരു മീറ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചെന്നിട്ട് സൈൻ ചെയ്യും കൂടെ വേണം. എന്തായാലും മീറ്റിംഗ് ഒക്കെ അടിപൊളിയായി കഴിഞ്ഞു. സൈൻ ചെയ്ത് ഞാൻ നേരെ വീട്ടിലെത്തി. അപ്പോഴേക്ക് സച്ചു കളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. അവന് പുതിയ ജേഴ്സി കിട്ടിയത് ഇങ്ങനെ കാണിക്കാൻ കേട്ടോ. ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. കുറേ ദിവസമായി അളവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട്. പക്ഷേ എന്താണ് സംഭവം കിട്ടിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേട്ടോ. കൂടെ തന്നെ ഒരു കമൻറ്റും.